ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അല്ലെ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെ വർഷേനെയാണ്. അങ്ങനെ ശ്രീകാന്ത് ചോദിക്കുകയാണ്, അല്ല നിനക്കൊരു പ്രശ്നം വന്നപ്പോൾ എന്താ എന്നെ വിളിച്ചത്, നിനക്ക് വേറെ ബോയ് ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കുമാണ് നമ്മുടെ വർഷ പറഞ്ഞത്, അത് പിന്നെ വേറൊന്നുമല്ല, എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലെന്നേ. ഞാൻ ദിവസം വിളിക്കുന്ന ഒരേ ഒരു ഫ്രണ്ട് ഒരാളേ ഉള്ളൂ, അത് നീ മാത്രമാ. അല്ല നിനക്ക് സ്കൂളിലും കോളേജിലും ഒക്കെ ഒന്നിച്ച് പഠിച്ച ഫ്രണ്ട്സ് ഒന്നുമില്ലേ? ഉണ്ട്, പക്ഷെ വിളിക്കാറൊന്നുമില്ലെന്നേ. ഞാൻ അങ്ങനെ വിളിക്കുന്നത് എനിക്കത് ഇഷ്ടമല്ല. അവരെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനേ കുറച്ച് പാടാ. വർക്ക് ചെയ്യുന്ന സമയം അതിനായിട്ട് നീക്കി വെക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. ആരുമായിട്ട് അധികം കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അഹങ്കാരിയായ പെണ്ണെന്നാ എല്ലാവരും പറയുന്നത്. അല്ല പിന്നെ നീ എന്തിനാ എന്നെ വിളിക്കുന്നത്? ഫുഡിന് വേണ്ടി മാത്രമാണോ? ഏയ് ഫുഡിന് വേണ്ടിയാണെങ്കിൽ എനിക്ക് ഓർഡർ ചെയ്താൽ പോരെ, എനിക്ക് നിന്നെ വിളിക്കേണ്ട കാര്യമുണ്ടോ? നേരി കാണണോ? അതൊന്നും വേണ്ടല്ലോ. പിന്നെ നീ എൻ്റെ അടുത്ത ഫ്രണ്ട് തന്നെയാ, അത് തന്നെയാ കാരണം. ഞാനുമായിട്ടും സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നു, നമ്മൾ പരസ്പരം അംഗീകരിക്കുന്നു. എന്തോ നിന്റെ കൂടെ നിൽക്കുമ്പം എനിക്ക് സന്തോഷവും ഒരു ചെറിയ സുഖവും ഒക്കെ തോന്നുന്നുണ്ട്. അപ്പം ഞാൻ നിന്റെ ഫ്രണ്ടാണെന്നാണോ പറയുന്നത്? ഫ്രണ്ട് മാത്രമല്ല, വളരെ നല്ലൊരു ഫ്രണ്ടാ. എങ്കിൽ പിന്നെ നീയേ ഒരു കാര്യം ചെയ്യേ, വണ്ടി കയറ്, പെട്ടെന്ന് സ്റ്റുഡിയോയിൽ എത്തണം എന്നല്ലേ പറയുന്നത്, സമയം പോകൂലേ? എടാ നിന്നോടല്ലേടാ സംസാരിച്ചത്, അതിന് സമയം പോയി എന്നൊന്നും പറയേണ്ട കാര്യമില്ല. എനിക്ക് അങ്ങനെ സമയത്തിൻ്റെ കാര്യമൊന്നുമില്ല നിന്നോട്. നിന്റെ മുമ്പിൽ എന്തോരം സംസാരിച്ചാലും സമയം പോയാലും ഒരു പ്രോബ്ലം ഇല്ല. ഏതായാലും കയറാം ബാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ നേരെ വണ്ടിയിൽ കയറി അങ്ങ് പോകുകയാണ് കേട്ടോ. ഇതേ സമയത്താണ് നമ്മുടെ വർഷയുടെ അച്ഛനും വരുന്നത്. വർഷയുടെ അച്ഛനും വരുമ്പോഴത്തേക്കുമാണ് ആ കാഴ്ച കണ്ട് ഞെട്ടുന്നത്. അങ്ങനെ വർഷയുടെ അമ്മ, അതേ ഏട്ടാ നോക്കിക്കേ, അത് ആരാ പോകുന്നതെന്ന്, അത് വർഷമോളല്ലേ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ വർഷയുടെ അച്ഛൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ശരിയാണ്, ദേ ആരാ പോകുന്നത്, വർഷയും ശ്രീകാന്തും കൂടെ പോകും. അപ്പൊ ശ്രീകാന്ത് ആരാണെന്നൊന്നും അറിയില്ലല്ലോ, വർഷയുടെ അച്ഛനും അമ്മയ്ക്കും അറിയില്ല. ഏതോ ഒരു ചെക്കൻ്റെ സ്കൂട്ടറിന്റെ പുറകെ കയറി തൻ്റെ മകള് പോകുന്നു. ഒരു അച്ഛനും അമ്മയെ സഹിക്കുന്ന കാര്യമല്ല. അങ്ങനെ നമ്മുടെ വർഷയുടെ അച്ഛൻ, അല്ല ഏതാ ആ പയ്യന്? എനിക്കറിയില്ല, എൻ്റെ മോള് കുഴിയിലൊന്നും വീടില്ലെന്ന് പറഞ്ഞ് ഫ്രീഡം കൊടുത്തല്ലേ, കണ്ണ് നിറയെ കയറി പോകുന്നത് കണ്ടില്ലേ? അല്ല അവളുടെ ഫ്രണ്ടും ആയിരിക്കുമോ? കണ്ടാൽ അങ്ങനെയൊന്നും പറയില്ല, കണ്ടില്ലേ അവള് ഇരിക്കുന്നത് ഒട്ടിച്ചേർന്ന് അവൻ്റെ മുതുകിൽ പിടിച്ചിരിക്കുന്നു. ദേ വണ്ടി എടുത്തേ, നമുക്ക് അവൻ്റെ പുറകെ തന്നെ പോകണം, ചോദിച്ചിട്ട് തന്നെ കാര്യം. നീ ടെൻഷനാകാതെ, നമുക്ക് വീട്ടിൽ വരുമ്പോൾ ചോദിക്കാം. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവൾ നേരത്തെ കല്യാണം കഴിപ്പിച്ച് വിടണമെന്ന്. അപ്പോഴൊന്നും കേട്ടില്ലല്ലോ. നീ ആ കാര്യം വീട്, അവള് ഈവനിങ് വീട്ടിൽ വരുമല്ലോ, നമുക്ക് ചോദിക്കാന്നേ. പിന്നെ സ്റ്റുഡിയോയിലേക്ക് എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് കണ്ടവൻ്റെ പുറകെ കറങ്ങി നടക്കുക. നീ ഇങ്ങനെയൊന്നും വിചാരിക്കരുതേ, അവള് സ്റ്റുഡിയോയിലേക്കായിരിക്കും പോയത്. അതെ എങ്കിൽ പിന്നെ ബാ നമുക്ക് സ്റ്റുഡിയോ വരെ ഒന്ന് പോകാം, എനിക്ക് വൈകുന്നേരം വരെ നോക്കിയിരിക്കാനൊന്നും പറ്റില്ല. അത് വേണോടി, വേണമെന്ന് പറഞ്ഞാൽ വേണം, അല്ല വെറുതെ കയറി ചെന്നാലേ ശരിയാവില്ല. നമുക്ക് ഫുഡ് എന്തെങ്കിലും കൊടുക്കണം എന്നുള്ള രീതിയിൽ ചെല്ലാം, അല്ലെങ്കിൽ പിന്നെ അവൾക്ക് ചെറിയ സംശയമൊക്കെ തോന്നും. അവളെ വേറെ ആരുടെ മകളല്ല, നമ്മുടെ മകളാ. എങ്കിൽ പിന്നെ ബാ എങ്ങനെയെങ്കിലും അവളുടെ അടുത്ത് എത്തിയേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുകയാണ്. ഏതായാലും വർഷം അവിടെ ചെന്നിട്ട് അവിടെ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, അമ്മേനെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പറയുന്ന ഒരു സീനാണ് ഇങ്ങനെ ഡബ് ചെയ്യുന്നത്. അപ്പം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പെണ്ണൊന്നും അല്ല, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ് വലുത്. അവർ പറയുന്നത് കേട്ടനുസരിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണാണ് ഞാൻ. അവർ പറയുന്നത് അനുസരിച്ച് ജീവിക്കുകയുള്ളൂ, അവർ പറയുന്ന ഒരാളെ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ, അല്ലാതെ അവർ ധിക്കരിച്ചൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു സീനാണ് ഡബ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ടാണ് നമ്മുടെ വർഷയുടെ അമ്മയും അച്ഛനും ചെല്ലുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും കുറച്ചൊരു ആശ്വാസം ആവുകയാണ്. ഡബിങ് ആണെങ്കിൽ പോലും വർഷം ഏതാണ്ട് ഉൾക്കൊണ്ട് നമ്മുടെ ഒരു എന്താ പറയുക, മനസ്സിൽ എല്ലാം വെച്ചുകൊണ്ട് പറയുന്നത് പോലെ തോന്നും ഡബ് ചെയ്യുന്നതാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വർഷയുടെ അച്ഛനും അമ്മയ്ക്കും ആ ഒരു സീൻ കാണുമ്പോൾ ചെറിയ സന്തോഷമാവുന്നത്. അപ്പോഴേക്കും തന്നെ വർഷയുടെ അച്ഛന് അമ്മേനെ ഇങ്ങനെ തട്ടിയിട്ട് കേക്ക് നീയല്ലേ ഇപ്പം അവളെ കുറിച്ച് പറഞ്ഞത്, കേൾക്കാൻ പറഞ്ഞു. അപ്പം ഇതൊക്കെ കേട്ടിട്ട് സത്യത്തിൽ ഒരു ചെറിയൊരു ആശ്വാസമൊക്കെ അവർക്ക് കിട്ടിയിട്ടോ. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾ പറഞ്ഞു, ഓക്കെ വർഷ, ഓക്കെ സൂപ്പർ ആയിട്ടുണ്ട്, മതി എന്ന് പറഞ്ഞപ്പം താങ്ക് യു സാർ. ഏതായാലും ഇതൊക്കെ പഴയ സ്റ്റൈലല്ലേ. ഈ അച്ഛനും അമ്മയും പറയുന്ന ചെറുക്കന്മാരെ വിവാഹം കഴിക്കുന്നതൊക്കെ വെറും പഴഞ്ചൻ സ്റ്റൈലാണ്. നായകൻ ഹീറോയോട് ചോദിച്ചതാ, ഞാൻ നിന്നെ കെട്ടട്ടെ എന്ന്. അപ്പോൾ അവൾ എന്താ പറഞ്ഞത്,
അച്ഛൻ്റെ ഇഷ്ടം, അമ്മയുടെ ഇഷ്ടം, പേര് ദോഷം, കടമ. അവൾ എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്? അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടം നോക്കിയിട്ടാണോ നമ്മൾ വിവാഹം കഴിക്കേണ്ടത്? ഞാൻ എൻ്റെ ഇഷ്ടത്തിനെ സാറേ കേട്ടത്തുള്ളൂ. എനിക്കിതിനൊന്നും പറ്റത്തൊന്നുമില്ല. ഇതുപോലെയുള്ള ഹീറോയിനെയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് വെറും അങ്ങേയറ്റത്തെ സീരിയലായി പോവില്ല സാറേ. ഈ ഡയലോഗൊക്കെ കേട്ട് കഴിയുമ്പോഴേ ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് ചൊറിഞ്ഞു കയറും, അറിയാലോ, റേറ്റിങ്ങും കുറയും എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കുമാണ് അയാൾ പറഞ്ഞത്, അതെ വർഷയുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും സംഭവം കേട്ടപ്പോൾ തന്നെ അച്ഛനും അമ്മയ്ക്ക് തൃപ്തിയായിട്ടോ. അപ്പം അങ്ങനെ നേരെ നമ്മുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടോ എന്നും പറഞ്ഞ് അവരുടെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പം ഇവരങ്ങനെ പതിവ് അങ്ങനെ വരാറൊന്നുമില്ല കേട്ടോ സ്റ്റുഡിയോയിലേക്ക്. അപ്പോൾ വർഷ പറഞ്ഞു, ഇത് വല്ലാത്ത സർപ്രൈസ് ആയി പോയല്ലോ, ഇതുവരെ ഇങ്ങോട്ടേക്ക് വരാൻ തോന്നിയില്ലോ, ഇത് എന്ത് പറ്റി? അത് പിന്നെ രാവിലെ നീ ഒന്നും കഴിക്കാതെയല്ലേ പോകുന്നത്, ഭക്ഷണം മേടിച്ചിട്ടുണ്ട്, ബാ നീ കഴിക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വർഷ പറഞ്ഞു, സാറേ ഞാനൊരു 5 minutes ബ്രേക്ക് എടുത്തോട്ടെ. അതിനിപ്പോൾ എന്താ വർഷം, അച്ഛനും അമ്മയും വന്നല്ലേ, ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അച്ഛനും അമ്മയും നമ്മുടെ വർഷനെ കൂട്ടിക്കൊണ്ട് പോയി. അങ്ങനെ മകൾക്ക് വേണ്ടി ഭക്ഷണമൊക്കെ കൊണ്ടുവന്നല്ലോ. അപ്പം എന്തോ ഒരു ചെറിയ സംതിങ് പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലായി. ഇങ്ങനെ അച്ഛനും അമ്മയും ഭക്ഷണമൊന്നും കൊണ്ടുവരാറില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ വർഷയ്ക്ക് പിടികിട്ടി എന്തോ പറയാനാ വന്നതെന്ന്. എങ്കിൽ നിങ്ങൾ പറ, നിങ്ങൾ എന്തിനാ വന്നത്? അതേ മോൾക്ക് ഭക്ഷണം തരാൻ വേണ്ടി വന്നത്. അത് ആ റെക്കോർഡിസ്റ്റോട് പറഞ്ഞ് വിശ്വസിക്കുമായിരിക്കും, പക്ഷെ എന്നോട് പറഞ്ഞ് ഞാൻ വിശ്വസിക്കത്തില്ല. നിങ്ങൾ ഒരു റീസണും ഇല്ലാതെ വരില്ലെന്ന് എനിക്കറിയില്ലേ, എൻ്റെ അമ്മയും അച്ഛനല്ലേ, പറ എന്താ കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾ പറയാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ വർഷയുടെ അമ്മ പറഞ്ഞു, വർഷേ നിനക്ക് ഒത്തിരി ഫ്രീഡം തന്ന ഞങ്ങൾ നിന്നെ വളർത്തിയത്. നിങ്ങൾ എന്തിനാ എനിക്ക് ഫ്രീഡം തരുന്നത്? അതെന്റെ അവകാശമല്ലേ? ഇത് കേട്ടപ്പോഴത്തേക്കും അമ്മയ്ക്ക് ദേഷ്യം വന്നു. ഇടി നീ എന്താടി പറയുന്നത്? നീ എന്താ കരുതിയേക്കുന്നത്? നീ ആരുടെ കൂടെയാ ബൈക്കിൽ നാട് ചുറ്റാൻ വേണ്ടി പോയത്? അത് നീ ആദ്യം പറ. നീ ആരുടെ കൂടെയാന്ന് നാട് ചുറ്റാൻ പോയത്? അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ വർഷയുടെ അച്ഛൻ പറഞ്ഞു, എടി നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ, നീ അങ്ങനെ എന്തിനാ കൊച്ചിനോട് അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അവളോട് അങ്ങനെയല്ല ചോദിക്കേണ്ടത്, ഞാൻ ചോദിച്ചോളാം, മോള് ഭക്ഷണം കഴിക്കും മോളെ എന്ന് പറഞ്ഞു. എന്നിട്ട് പതിയെ നൈസായിട്ട് അച്ഛൻ ചോദിച്ചു, മോളെ നീ ആരുടെ കൂടെയാ ബൈക്കിൽ കറങ്ങിയത്? അത് നീ പറ. ഓഹോ, അപ്പം നിങ്ങൾ എനിക്ക് ഭക്ഷണം തരാനല്ല വന്നത്, അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്നതാണല്ലേ? അതെ, അവൻ ആരാന്ന് പറയാനാ പറഞ്ഞത്, നീ പറയടീന്ന് പറഞ്ഞു. അവനാരായാലും നിങ്ങൾക്ക് എന്താ മമ്മി, നിങ്ങൾ എന്തിനാ അതൊക്കെ തിരക്കുന്നത്? മോളെ ഞങ്ങൾ ആദ്യമായിട്ടല്ലേ ആ പയ്യനെ കാണുന്നത്, അതാരാ മോള് പറ. ഡാഡി, ഞാൻ പറയാലോ, പേര് ശ്രീകാന്ത്, കുറച്ച് നാളെ ഞങ്ങൾ പരിചയപ്പെട്ടുള്ളൂ, എങ്കിലും എന്തോ എനിക്ക് അവനോട് വല്ലാത്തൊരു അടുപ്പമുണ്ട്. ഞാൻ അവനെ വേറൊന്നുമായിട്ട് കാണുന്നില്ല, അവൻ എൻ്റെ ഫ്രണ്ട് തന്നെയാ. ഏതാ പയ്യന്? നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയപ്പെട്ടത്? സത്യത്തിൽ ഫ്രണ്ട് തന്നെയാണോ? അതെ, കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ താ, ഇങ്ങോട്ട് താ, ഞാൻ ഫോണല്ല കേട്ടോ, സോറി, ഫോം ഉണ്ടെങ്കിൽ താ, ബയോഡേറ്റ അടക്കം എല്ലാം ഫില്ല് ചെയ്ത് തരാം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം മോളെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ കൂടുതൽ സംസാരിക്കരുത്, നിനക്ക് കുറച്ച് ധിക്കാരം കൂടുന്നുണ്ട്, അതുകൊണ്ടാ ചോദിച്ചത് ആരാ അവനെന്ന്. അതിനുള്ള മറുപടി നീ താ. ഫ്രണ്ട് തന്നെയാണോ അതോ ഇനിയിപ്പം വേറെ വല്ല ബന്ധമായിട്ട് ഇങ്ങനെ വളർന്നോ? ഞാൻ പറഞ്ഞു അമ്മേ, ഈ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഒരുമാതിരി തറ ചോദ്യങ്ങളാ. അതും എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇവിടെ നിന്ന് എണീറ്റ് പോകാനാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ പറയാ, ഇനി ഇതിനെക്കുറിച്ച് എന്നോട് ഒന്നും ചോദിക്കണ്ട. എന്നെ സൂക്ഷിക്കാനും എന്നെ നോക്കാനും എനിക്കറിയാം. ഞാൻ പ്രായപൂർത്തിയായ ഒരു പെണ്ണാണല്ലോ. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനാണെങ്കിൽ എന്നോട് ചോദിക്കാതിരിക്കുന്നത് തന്നെ നല്ലത്. പിന്നെ നിങ്ങൾ ഇപ്പം ഈ ഭക്ഷണം കൊണ്ടുവന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എന്നോട് നിങ്ങൾക്ക് വിശ്വാസമില്ല, അതുകൊണ്ടല്ലേ ഈ ഭക്ഷണം കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇത് അമ്മ തന്നെ തിന്നോ, എനിക്കിതൊന്നും വേണ്ട എന്നും പറഞ്ഞ് നമ്മുടെ വർഷം അവിടെ നിന്ന് ദേഷ്യം വന്ന് എണീറ്റ് അങ്ങ് പോയിട്ടോ. അപ്പം നമ്മുടെ വർഷയുടെ അച്ഛൻ പറഞ്ഞു, മോളെ ഭക്ഷണം കഴിക്കുക വേണ്ട, എനിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരാനേ വേറെ ആളുണ്ട്, അതുകൊണ്ട് ഞാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ വർഷ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വർഷയുടെ അമ്മ പറഞ്ഞു, ഇങ്ങനെ വിട്ടുകൊടുത്ത് എങ്ങനെയാ ശരിയാവുന്ന നേട്ടാന്ന് പറഞ്ഞപ്പം അവൾക്ക് കുറച്ച് വാശി കൂടുതലുള്ള കൂട്ടത്തിലാ. നമ്മൾ മുറുകെ പിടിക്കും തോറും അവള് അതിലിരുന്ന് ഇറുകുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം നിന്നോട് പറയാം, ഇനിയിപ്പം നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ട, അവള് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കണം, അതിങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയും ചന്ദ്രമതിനെയാണ്. അങ്ങനെ ചന്ദ്രമതിയോട് ശ്രുതി പറഞ്ഞു, അതെ നമുക്ക് യോഗ ചെയ്യാം, ഇനി ഡാൻസ് ചെയ്യുമ്പം ഈ വേദനയൊക്കെ ശരീരത്തുണ്ടാവില്ലേ, ആ വേദനയൊക്കെ മാറണമെങ്കിൽ നമുക്ക് യോഗയാ ചെയ്യേണ്ടത്. ആദ്യം ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ തൊഴു, അത് കഴിഞ്ഞ് അതേപോലെ കൈ മേപ്പോട്ട് എടുക്കണം, പിന്നെ കൈ കീപ്പോട്ട് എടുക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങോട്ട് ശരീരം വഴങ്ങുന്നില്ല കേട്ടോ ഒട്ടും.
ചന്ദ്ര പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല ശ്രുതി, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ദേ ആദ്യം ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാ, അന്ന് വെച്ച് പിന്മാറാൻ പാടില്ല. ആന്റി എണീക്ക്, ഞാൻ ആന്റീനെ പഠിപ്പിക്കാമല്ലോ. ആന്റി എണീക്ക്, ഞാൻ പറയുന്നത് പോലെ പതിയെ 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 ചെയ്താൽ മതി. ദേ ശ്രുതി, നിന്നെ പോലെ വളഞ്ഞും പൊളഞ്ഞൊന്നും നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലടി. ദേ പറ്റുന്നേ, ഇങ്ങനെ ചെയ്താലേ ശരീരവേദന മാറത്തുള്ളൂ. അതെ, എനിക്ക് അവിടെ ഇവിടെയൊക്കെ പിടിക്കുന്ന പോലെ തോന്നുക. ഒന്നും ആവില്ല അമ്മ, ഞാൻ പറയുന്ന പോലെ തന്നെ അങ്ങ് ചെയ്യാൻ പറഞ്ഞു. വീണ്ടും നമ്മുടെ ചന്ദ്രനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. പുള്ളിക്കാരി ഒരു ചുരിദാറൊക്കെ ആട്ടോ ഇട്ടേക്കുന്നത്. അപ്പം ചുരിദാറൊക്കെ ഇട്ടാണ് യോഗ ചെയ്യുന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യോഗ ചെയ്തിട്ട് ഒരു വിധത്തിൽ യോഗ ചെയ്ത് 100 കഴിഞ്ഞപ്പോഴത്തേക്കും നടു അങ്ങോട്ട് പിടിച്ചു. അയ്യോ അമ്മേ, അയ്യോ എൻ്റെ നടുവേ മോളെ പിടിച്ചു നടു പിടിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ രവീന്ദ്രൻ വരുന്നത്. രവീന്ദ്രൻ ഇത് കണ്ട് അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുകയാണ്. ഏതായാലും നമ്മുടെ ചന്ദ്ര കുനിഞ്ഞിട്ട് നിവരാൻ പറ്റുന്നില്ല. അപ്പം രവീന്ദ്രന്, ചന്ദ്രേ നീ ഇതെന്താ 4 കാലം നിൽക്കുന്നതെന്ന് ചോദിച്ചു. അതായത് കാലും കൈയും കൂടെ കുത്തിയാ നിൽക്കുന്നത്. അപ്പോഴത്തേക്കും അയ്യോ ശ്രുതി എന്നെ പിടിച്ച് ഉയർത്തിക്ക് ശ്രുതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വിധത്തിൽ ശ്രുതി ഇങ്ങനെ പിടിച്ച് ഉയർത്തി. ആശ്വാസമായി എന്ന് പറഞ്ഞു. അല്ല, എന്താ ചന്ദ്രേ നീ ഈ കാണിക്കുന്നത്? നിനക്ക് പറ്റുന്ന പണി ചെയ്താൽ പോരെ? ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കി വെക്കല്ലേ. അല്ല മോളെ, എന്താ ഇത് ഓരോ ദിവസവും ഓരോ കൂത്താണല്ലോ. ഇന്നലെ എന്തോ ഡാൻസ് കൂത്ത്, ഇന്നിപ്പോൾ എന്താ മനസ്സിലാവുന്നില്ലല്ലോ. അയ്യേ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നില്ലേ, ഇത് യോഗാസനമാ. ഓ ഇതാണല്ലേ ആസനം. ഞാൻ ഓർത്ത് എൻ്റെ ചന്ദ്രൻ നീ 4 കാലം നടക്കാൻ പഠിക്കുകയാണെന്ന്. അല്ല, ഇതെന്താ പെട്ടെന്ന് യോഗാസനത്തിലേക്ക് വന്നത്? അത് പിന്നെ ഇന്നലെ ഡാൻസ് കളിച്ചില്ലേ? അങ്ങനെ എന്തോ കളിച്ചിരുന്നു, ഞാൻ കണ്ടായിരുന്നു. അതും കൊണ്ട് ശരീരം മുഴുവൻ വേദനിക്കുക ചന്ദ്രേട്ടാ. വേദന മാറാനായിട്ട് ശ്രുതി യോഗാസനം ചെയ്യിക്കുക. ഓ ഓ ഓ ഓ ഓ ചന്ദ്രേ, ഈ വയസ്സറിയാതെ കുലച്ചാലുണ്ടല്ലോ വീഴും. അതാ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. അത് നീ മനസ്സിലാക്കുക. എന്തുവാ ചന്ദ്രേട്ടാ, എന്നെ പ്രോത്സാഹിപ്പിക്കണ്ട. ചന്ദ്രേട്ടാ എന്നല്ല, സോറി രവിയേട്ടാ, എന്നെ പ്രോത്സാഹിപ്പിക്കണ്ട, നിരുത്സാഹപ്പെടുത്താതിരുന്നൂടെ? ഇത്രയും കാലമേ നിങ്ങൾ കാരണമാ എൻ്റെ കലയൊന്നും വെളിയിൽ വരാതിരുന്നത്. എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, നമുക്ക് ഈ ഒളിച്ചിരിക്കുന്ന ആ ഒരു കലയെ കണ്ടുപിടിക്കാൻ പോലീസിനെ കൊണ്ടുവന്നാലോ? അല്ല, ഒളിച്ചിരിക്കുകയല്ലേ. ഇതുപോലെ വളിച്ച കോമഡി പറയാതെ എൻ്റെ പൊന്ന് രവിയേട്ട ഒന്ന് പോകുന്നുണ്ടോ? ഒന്ന് പോ, ഞാൻ ഇതൊന്നും ചെയ്ത് പഠിച്ചോട്ടെ. ഞാൻ പോവാ. ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നും പറഞ്ഞോണ്ട് വിളിക്കാതിരുന്നാൽ മാത്രം മതി കേട്ടോ. ഏതായാലും നടക്കട്ടെ, ഞാൻ പോവാ. എങ്കിൽ പിന്നെ നിങ്ങൾ പോകുമ്പോൾ ആ രേവതിയോട് ഇങ്ങോട്ടേക്ക് ഒന്ന് വരാൻ പറയണം. അല്ല, എന്തിനാണാവോ ഇനി രേവതീനെ വിളിക്കുന്നത്? എനിക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാ. പറഞ്ഞേക്കാന്ന് പറഞ്ഞ് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പോയി. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, കണ്ടില്ലേ മോളെ, ഇത്രയും കാലം ഇങ്ങനെ സഹിച്ചതിനെ എനിക്ക് അവാർഡ് തരണ്ടേ മോളെ? തരണം അമ്മേ. നീ എന്തായാലും ഭാഗ്യവതി തന്നെയാ. നിന്നെ മനസ്സിലാക്കുന്ന ഒരാളെ നിനക്ക് കിട്ടിയല്ലോ. സുധി നിന്നെ ഉള്ളം കയ്യിൽ വെച്ചല്ലേ കൊണ്ട് നടക്കുന്നത്, പൊന്നു പോലെയല്ലേ നോക്കുന്നത്. അതൊക്കെ ശരിയമ്മേ. എങ്കിൽ പിന്നെ ബാ, നമുക്ക് തുടങ്ങാം. മോൾ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി, അതുപോലെ ഈ അമ്മ ചെയ്തോളാന്ന് പറഞ്ഞു. ഇതേ സമയം നമ്മുടെ രേവതിനെ കാണിക്കുക. രേവതി മിറ്റമൊക്കെ അടിച്ചുകൊണ്ട് ഇരുന്നപ്പോഴത്തേക്ക് രവീന്ദ്രൻ അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ രേവതി ചോദിച്ചു, അല്ല അച്ഛൻ ഇത് എങ്ങോട്ടേക്ക് പോവാ? അതേ മോളെ, ഞാൻ യൂണിയൻ ഓഫീസ് വരെ പോവാ. അത് കഴിഞ്ഞിട്ട് എനിക്ക് വക്കീലിനെ ഒന്ന് കാണണം, ഇന്നും പിടിപ്പതി ജോലിയുണ്ട്. അല്ല, ഞാൻ ചായ എടുത്തുതരാം, ചായ കുടിച്ചിട്ട് പോവാച്ചാ. വേണ്ട. ഏതായാലും നിന്നെ മുകളിൽ ചന്ദ്ര തിരക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് ചെല്ല്. എന്തിനാണാവോ? അറിയില്ല മോളെ എന്തിനാണെന്ന്. ചന്ദ്രയും ശ്രുതിയും കൂടെ മേളിൽ യോഗ ചെയ്തോണ്ടിരിക്കുക. യോഗയോ? എന്ത് യോഗ? അതെ, ഈ ഡാൻസ് എന്തൊക്കെ പറഞ്ഞ് എന്തൊക്കെ ഇന്നലെ കളിച്ചു കൂട്ടിയില്ലേ, ഇപ്പൊ ഇടുപ്പുളുക്കി, ഇപ്പൊ ശരീരം മൊത്തം വേദനിക്കുക. അത് മാറ്റാൻ വേണ്ടി വേറെ എന്തോ യോഗ ചെയ്യുന്നുണ്ട്. അയ്യോ, ശരീരത്തിൽ ചൂട് പിടിക്കാനാണോ എന്നെ വിളിക്കുന്നത്? അതിനല്ലെന്ന് തോന്നുന്നു. ഏതായാലും വയസ്സാം കാലത്തിലുള്ള ഈ മലക്കം മറച്ചിലെ അപകടത്തിലേക്കായി ഇനിയിപ്പോൾ എന്തൊക്കെ കാണേണ്ടി വരുന്നു മോളെ, ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. നമ്മുടെയൊക്കെ ഒരു യോഗവേ ഇതൊക്കെ കാണാനാണല്ലോ. ഏതായാലും മോൾ അങ്ങോട്ട് ചെല്ല് എന്ന് പറഞ്ഞു നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പോയി. അപ്പോഴത്തേക്ക് ചന്ദ്ര അവിടെ നിന്ന് രേവതി എന്ന് വിളിച്ചു തുടങ്ങി. ഏതായാലും നമ്മുടെ രേവതി ഇവിടുന്ന് നേരെ ചന്ദ്രയുടെ അടുത്തേക്ക് ചെല്ലുക. അങ്ങനെ രേവതി മേളിലേക്ക് ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര തലയും കുത്തി നിൽക്കുന്നു. ചന്ദ്ര നോക്കുമ്പോൾ രേവതി തലയും കുത്തി നിൽക്കുന്നു. അങ്ങനെ ചന്ദ്ര ചോദിച്ചു, അല്ല രേവതി, ഇതിൻ്റെ നീ തലയും കുത്തി വന്നേക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഒന്ന് നോക്കിയപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, അമ്മ അവളല്ല തലയും കുത്തി വന്നത്, അമ്മ തലയും കുത്തി കിടക്കുന്നുണ്ട് അങ്ങനെ തോന്നുന്നത്, ചുമ്മാ എണീക്ക്, ചുമ്മാ നാണക്കേട് ഉണ്ടാക്കതേന്ന് പറഞ്ഞു. അങ്ങനെ പതുക്കെ എണീറ്റു. ഓഹോ, നീ നേരെയല്ലേ വന്നത്? എന്ത് ചെയ്യാനാ എൻ്റെ ഈശ്വരാ, എനിക്ക് വയ്യായേ എന്നൊക്കെ പറഞ്ഞ് നടുവിലൊക്കെ കൈകുത്തി ഇങ്ങനെ വല്ലാത്ത പെടാപ്പാട് പെടുകയാണ് കേട്ടോ.
അങ്ങനെ രേവതിയോട് പറഞ്ഞു, എടി നീ ഒരു കാര്യം ചെയ്യ, പോയി എനിക്കൊരു കാപ്പി എടുത്തോണ്ട് വരാൻ പറഞ്ഞു. കാപ്പി പെട്ടെന്നാട്ടെ എന്ന് പറഞ്ഞു. ആ ശരി അമ്മയെന്ന് പറഞ്ഞ് രേവതി അങ്ങ് പോയി. അപ്പോഴത്തേക്കും എങ്കിൽ പിന്നെ അമ്മയെ നമുക്ക് ബാൽക്കണിയിലേക്ക് പോയാലോ, അവിടെ പോയിരുന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നല്ല കാറ്റ വെളിച്ചമൊക്കെ കയറുമല്ലോ, അപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടും അമ്മയ്ക്കെന്ന് പറഞ്ഞ് ഇവർ നേരെ ബാൽക്കണിയിലേക്ക് പോയപ്പോഴത്തേക്കും ശ്രീകാന്ത് അവിടെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പെട്ടെന്ന് ഇവരെ കണ്ടപ്പോൾ ഇതെന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെ ശ്രീകാന്തെ അമ്മേനെ യോഗാസനം പഠിപ്പിക്കുകയായിരുന്നു. അല്ല നിനക്ക് പഠിക്കണോ? അയ്യോ എനിക്ക് യോഗാസനം ഒന്നും പഠിക്കണ്ടേ, ഞാൻ പോയേക്കുക. ഏതായാലും സകല കലാവല്ലവിയാണല്ലോ എൻ്റെ ഏടത്തി, എല്ലാം ഉണ്ടല്ലോ കുറച്ച് കുറച്ച് കയ്യിൽ. ആ ചെറുതായിട്ടെല്ലാം പഠിച്ചിട്ടുണ്ട് മോനെ, ഇപ്പം ജീവിക്കണമെങ്കിൽ ഇങ്ങനെ കുറച്ച് എല്ലാം അറിഞ്ഞിരിക്കണ്ടേ, നമ്മുടെ കാര്യമെങ്കിലും നടന്നു പോകുമല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് താഴേക്ക് ഇറങ്ങി പോകുന്നു. അപ്പോഴത്തേക്കും രേവതി കാപ്പിയൊക്കെ ആയിട്ട് വരിക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ശ്വാസാസനം എങ്ങനെ എന്താണ്ടൊക്കെ ഉണ്ട്, എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിങ്ങനെ അതൊക്കെ വിട്ടുകൊണ്ടിരിക്കണം. അപ്പം ശ്വാസം ഇങ്ങനെ മൂക്ക് പൊത്തിയിട്ട് മേളിലേക്ക് വലിക്കണം, പതിയെ മേളിലേക്ക് വലിച്ച് പതിയെ താഴേക്കൊക്കെ വിടാൻ വേണ്ടി ശ്രുതി ഇങ്ങനെ പറയുക. ഏതായാലും മേളിലേക്ക് വലിച്ച ശ്വാസം താഴേക്ക് പോകുന്നില്ല നമ്മുടെ ചന്ദ്രയുടെ. ചന്ദ്ര പറഞ്ഞു, മോളെ എനിക്ക് ശ്വാസം മുട്ടുന്നു മോളെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്വാസം പിടിച്ചു വെക്കാതെ ശ്വാസം വിടും, മേളിലേക്ക് പിടിച്ചാൽ മാത്രം പോരാ താഴേക്ക് വിടുകയും ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വിധത്തിൽ ശ്വാസം താഴേക്ക് വിട്ടു കേട്ടോ. എന്തായി തീരുന്നറിയില്ല, അതുപോലത്തെ ആസനമാണേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ രേവതി പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചായയും കൊണ്ട് വരികയാണ്. അപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി നമ്മുടെ രേവതി ചായ കൊണ്ടുവന്നതും അറിയാലോ നമ്മുടെ ചന്ദ്രയുടെ സ്വഭാവം. അങ്ങനെ അമ്മ ഇന്ന ചായ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ആസനത്തിൽ നിന്ന് വിടിയിപ്പിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര കോഫി കുടിക്കാൻ വേണ്ടി ഇങ്ങനെ എണീക്കും. അപ്പം ശ്രുതിയോട് ചോദിച്ചു, ഞാൻ കോഫി കുടിച്ചോട്ടെ മോളെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും മോള് അമ്മ കോഫി കുടിച്ചോളാൻ പറഞ്ഞു. അമ്മന് കോഫി കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അയ്യേ ഇതെന്താ നീ കോഫി ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ ഇതെന്താ കുറെ കയ്പ്പ്, ഈ ചായക്ക് എന്താ ഇത്ര കയ്പ്പെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി തിരിഞ്ഞു നോക്കിയിട്ട് അല്ലമ്മ കയ്പ്പ്, അതെ ഞാൻ ഇത് ഉണ്ടാക്കിക്കൊണ്ട് വന്നത് ചുക്ക് കാപ്പി, അമ്മയ്ക്ക് ശരീരം വേദന എന്നൊക്കെ പറഞ്ഞു, അതുകൊണ്ടാണ് ചുക്ക് കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് വന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെയാണോടി ചുക്ക് കാപ്പി ഉണ്ടാക്കി വെക്കുന്നത്? ഇതിപ്പോൾ ഒട്ടും മധുരമില്ലല്ലോടി. അല്ല കുറച്ച് മധുരം ഇട്ടിട്ടുണ്ട്, ഇതിനൊട്ടും മധുരമില്ലെന്ന് പറഞ്ഞു. ഞാനെന്താ വല്ല ഷുഗർ പേഷ്യൻറ്റും ആണോ? മര്യാദയ്ക്ക് എനിക്ക് പോയി മധുരമുള്ള കാപ്പി എടുത്തോണ്ട് വരാനാ പറഞ്ഞതെന്ന് പറഞ്ഞ് ആ കാപ്പി ഒരൊറ്റ എറിയൽ അത് നമ്മുടെ രേവതിയുടെ മുഖത്ത് എന്നാട്ടോ വീഴുന്നത്. ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ച് ഇന്നത്തെ വിശേഷം അവസാനിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക, അടുത്ത അടിപൊളി വിശേഷങ്ങളാണ് വരാനിരിക്കുന്നത്. അപ്പോൾ മിസ് ചെയ്ത് കളയാതെ എല്ലാ വിശേഷവും കാണും. അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോകണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.